ഹായ്, എല്ലാവർക്കും സുഖാണല്ലോ. ജിത്തുവിലേക്ക് സ്വാഗതം. പരിപ്പില്ലാതെ എങ്ങനെ ചീരത്തണ്ട് കറി വെക്കാം നോക്കാം. അപ്പൊ ചീരത്തണ്ട് മാങ്ങയെ മുറിച്ച് വെച്ചിട്ട് കഴുകിയിട്ട് ഇതിന് അടപ്പത്ത് വെക്കാം. നിങ്ങളിങ്ങനെ ചീരത്തണ്ട് കറി വെച്ചിട്ടുണ്ടോ? ഇത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടോ. ചീരയുടെ ഇല കൊണ്ട് തോരൻ വെക്കും, ചീരത്തണ്ട് കൊണ്ട് കറി വെക്കും. അവിടുത്തെ ടേസ്റ്റ് ചീരത്തണ്ട് മാങ്ങി നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇതിലേക്ക് മാങ്ങ കഴുകിയതാണ്. ഇനി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. വിസിലടിക്കൊന്നും വേണ്ട, നമ്മൾ ഇരുന്ന് വേവിച്ചാൽ മതി. അത് വേവട്ടെ. ഞാൻ കറികളൊക്കെ വെച്ച് പഠിച്ചത് ഭർത്താവിൻ്റെ അമ്മ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അതിനെപ്പോഴാണ് ഒപ്പം എല്ലാതും പഠിച്ചു. കറി വെക്കാനൊക്കെ പഠിച്ചു. എനിക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അതിപ്പോൾ എനിക്ക് കറക്റ്റ് അളവാണ്. നല്ല ചീരത്തോരൻ്റെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യും. അതിൻ്റെ ചീരത്തണ്ട് കറി വയ്ക്കണം. കറി നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞങ്ങളൊക്കെ അളച്ചുണ്ടാവും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല കളറാണ്. കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട്. അതിലേക്ക് നമ്മൾ മഷിപ്പോലെ അരച്ച നാളികേരം ഇനി തിളക്കട്ടെ. ഇത് തിളച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഇത് സിമ്പിൾ കറിയാണ്. അത് ജോലിക്ക് പോണ വീട്ടമ്മമാർക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് കറി വെക്കാവുന്നത്. ഇത് രണ്ടും വേവിച്ചിട്ട് നാളികേരം കൊണ്ട് അരച്ച് ചേർക്കുക. മുളക് പൊടി ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക. കറിയുടെ പരിപാടി കഴിഞ്ഞു. ഭയങ്കര എളുപ്പമാണ്. വേപ്പില്ലേ അവിടെ നോക്കട്ടെ എന്തുണ്ടാവും. കത്തി വെച്ച് വെട്ടിയാൽ നന്നായിട്ട് ഉണ്ടാവും. ഇത്ര പൊട്ടിച്ചു ആള് കണ്ടിട്ടില്ല, ആളുടെ പൊട്ടിച്ചാലും ഒന്നിക്കില്ല. പക്ഷെ വെട്ടിയിട്ട് കത്രികൾക്ക് വെട്ടിയാൽ നന്നായി പൊടിക്കുള്ളൂ. പിന്നെ കടുക് കാച്ചിയത് മത്സ്യത്തിന് എണ്ണ ചൂടായ കടുക്, വേപ്പിൻ്റെ ഇല കറിയിൽ വയ്ക്കുക. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.